നമ്മുടെ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഓരോ സമയത്തും നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും നമ്മൾ ഇന്ന് കാണുന്ന നമ്മളായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും നമ്മൾ വിവാഹത്തിന് മുന്നേ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാരാണ് എന്ന തീരുമാനം എടുക്കുന്നത്. പലവരുടെ ജീവിതത്തിലും അത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി പോകുന്നതും ഒരു വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് ഉള്ള ആളുകളെ പാർട്ട്ണറായിട്ട് ലഭിക്കുന്നതോട് കൂടിയിട്ട് ജീവിതം വളരെ ദുസ്സഹമായിട്ടൊക്കെ മാറുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ തീരുമാനമാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് പോകുന്നു, അവരുടെ ഹാപ്പിനെസ് പോകുന്നു, സന്തോഷം പോകുന്നു, സമാധാനം പോകുന്നു, അവരൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് നഷ്ടമാകുന്നു, ഒരു ഹാപ്പി മൂഡ് അവർക്ക് നഷ്ടമാകുന്നു. പിന്നീടുള്ള ജീവിതം മുഴുവൻ അവർ കഷ്ടത്തിലൂടെയും വളരെയധികം ദുഃഖത്തിലൂടെയൊക്കെ ജീവിച്ച് എന്തിനൊക്കെയോ വേണ്ടി എങ്ങനെയൊക്കെയോ ജീവിച്ച് തീർക്കുന്നവരായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ പരിചയക്കാരനെയും നമുക്ക് അടുത്തറിയുന്ന ഒരുപാട് ആളുകളിൽ ഇത് സംഭവിക്കുന്നുണ്ട്. ഈ തീരുമാനം എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു സെലക്ഷൻ പ്രോസസ്സ് കൂടി നടത്തേണ്ടതുണ്ട്, ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. എൻ്റെ വാല്യൂ എന്താണെന്ന്, എനിക്ക് ജീവിതത്തിൽ ഞാൻ മാറ്റി വയ്ക്കാൻ പറ്റാത്ത, എനിക്ക് നിർബന്ധപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും മാറ്റം വരുത്താൻ എനിക്ക് സമ്മതിക്കാത്ത എൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്, എൻ്റെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ്, എൻ്റെ ആ ഒരു ഇമോഷൻസ് എന്തൊക്കെയാണ്, എൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ വാല്യൂസ് എല്ലാതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറിനെയാണ് എനിക്ക് വേണ്ടത്. അതേപോലെ തന്നെ എനിക്ക് വരുന്ന പാർട്ട്ണറും എനിക്ക് കിട്ടേണ്ട പാർട്ട്ണറിനും എൻ്റെ വാല്യൂസുമായിട്ട് മാച്ചുള്ള ആളായിരിക്കണം. ഇങ്ങനെ രണ്ടുപേരുടെയും സ്വഭാവം മനസ്സിലാക്കുന്ന, അതേപോലെ അവരുടെ വാല്യൂസ് കൃത്യമാക്കി മനസ്സിലാക്കാൻ അവരെ സഹായിക്കലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരേ വാല്യൂസ് ഉള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കാനായിട്ട് അവരെ സഹായിക്കുക. അതേപോലെ തന്നെ ഇമോഷണലായിട്ടും അവരുടെ സ്വഭാവമായിട്ടും മാച്ചായിട്ടുള്ള ഒരു വ്യക്തികളെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുക്കുക. അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു റിയൽ പെയറായി മാറേണ്ടത് ആരാണ്, അല്ലെങ്കിൽ ആ റിയൽ ആയിട്ടുള്ള ആളുകളിലേക്ക് എങ്ങനെയാണ് അവരെത്തേണ്ടത്, അവരുടെ വാല്യൂസ് മാച്ചായിട്ടുള്ള ആളുകളുടെ പാർട്ട്ണറിലേക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീക്കും പുരുഷനും എത്തേണ്ടത്, അത് അവരെ മനസ്സിലാക്കി കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ഹാപ്പി ലൈഫിലേക്ക് അവരെ മുന്നോട്ട് നയിക്കാനാണ് ഞാൻ എൻ്റെ നിഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അവർക്കൊരു ഹാപ്പി ലൈഫ് ഉണ്ടാക്കി കൊടുക്കാനും അവർ ഒരു അലൈൻഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ അവർക്ക് കിട്ടുന്നതോട് കൂടിയിട്ട് ഒരു ഹാപ്പി ലൈഫിലേക്ക് മുന്നോട്ട് പോകാനും പിന്നീട് അവർക്കൊരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് ആ ഒരു ഹാപ്പിനെസ് പകർന്നു കൊടുക്കാനും അവരെ പ്രാപ്തിയാക്കുക, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ നിഷ്പോയിൻ്റ് ഇതാണ്. ഹാപ്പി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റീനെ ഞാൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.